ഞാൻ ഡോക്ടർ MP മണി. ഒരു കാലത്ത് ദേവീദേവന്മാരുടെ കോപമാണ് രോഗങ്ങളുണ്ടാകാൻ കാരണമെന്ന് വിശ്വസിച്ചിരുന്നു. അതിനൊരു കാലം ഉണ്ടായിരുന്നു. ഇതിൻ്റെ ദുരന്തം ഏറ്റവും കൂടുതൽ കാണാൻ കഴിഞ്ഞിട്ടുള്ളത് ഈ വസൂരി പടർന്നു പിടിച്ച കാലത്തായിരുന്നു. വസൂരി ഉണ്ടാകുന്നത് അണുബാധ മൂലമാണ്. പക്ഷേ അന്നത്തെ വിശ്വാസം ദേവീ കോപമാണ് ഇതിന് പ്രധാന കാരണമെന്നാണ്. അതിൻ്റെ ഭാഗമായി ആ ശരിയായ രീതിയിലുള്ള ചികിത്സ അവർക്കാർക്കും ലഭിച്ചില്ല. മാത്രമല്ല, ഇത് ചൂട് കൊണ്ടുണ്ടാകുന്ന ഒരു രോഗമാണ് എന്നുള്ള വിശ്വാസം ഉണ്ടായിരുന്നു. ഇപ്പോഴും ചിക്കൻ ബോക്സ് വരുമ്പോൾ ഈ വിശ്വാസമായിട്ട് നടക്കുന്നവരുണ്ട്. അപ്പോൾ ചൂട് കൊണ്ടാണ് ഇതുണ്ടാകുന്നത്, അതുകൊണ്ട് തണുത്ത ആഹാരങ്ങൾ ഇവർക്ക് ധാരാളം കൊടുക്കണം എന്നാണ് പറഞ്ഞിരുന്നത്. എൻ്റെ കുട്ടിക്കാലത്ത് ധാരാളം കേട്ടിട്ടുണ്ട് ഞാൻ. അപ്പോൾ അന്ന് പൂവമ്പഴം, ഈ വാഴപ്പഴം എന്ന് വെച്ചാൽ പ്രധാനമായിട്ട് പൂവമ്പഴമാണ് കൊടുത്തിരുന്നത്. അതുപോലെ തൈരും പഴഞ്ചോറും കൂടി രാവിലെ കൊടുക്കുമായിരുന്നു. ഈ തണുപ്പ് ചെന്നിട്ട് ഇവർക്ക് ശരീരത്തിൽ നീർക്കെട്ടിൻ്റെ അളവ് കൂടി നെഞ്ചിൽ കഫം കെട്ടി ശ്വാസം മുട്ടിയിട്ടാണ് ഇവരൊക്കെ മരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ അന്ധവിശ്വാസങ്ങളും അശാസ്ത്രീയതയും ഉണ്ടായ ഒരു കാലത്തെ ദുരന്തം ഈ അബദ്ധവിശ്വാസം സൂക്ഷിക്കുന്നവരിപ്പോൾ കുറച്ചൊക്കെ കാണും, നമ്മുടെ ഇടയിൽ പലരും പറയാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കാലാനുസൃതമായി അറിവ് പുതുക്കിയില്ലെങ്കിലുള്ള പ്രശ്നങ്ങളാണ് ഇതൊക്കെ. അതിനുശേഷം ഈ വേറെ ഒരു പുതിയ അറിവുണ്ടായത് ചിലരുടെ ശരീരത്തിലെ ഘടനകളിലുള്ള വ്യത്യാസമാണ് രോഗങ്ങൾ ഉണ്ടാകുന്നതിനും ഉണ്ടാകാതിരിക്കുന്നതിനും കാരണമെന്നാണ്. ശരിയായ രീതിയിൽ ഇവിടെ ഒരു അറിവ് കിട്ടിയത് നമ്മുടെ മൈക്രോസ്കോപ്പിൻ്റെ കണ്ടുപിടുത്തത്തോടു കൂടിയായിരുന്നു. ആൻ്റണി ലിവൻ ഹോക്ക് കണ്ടുപിടിച്ചിട്ട് അദ്ദേഹം ആദ്യം പറഞ്ഞൊരു ഭാഷ, എൻ്റെ വാക്കകത്തുള്ള അത്രയും രോഗാണുക്കൾ ഈ രാജ്യത്ത് പോലും ഉണ്ടാകില്ല എന്നുള്ളതായിരുന്നു. പിന്നെ അതിനുശേഷം സ്പെല്ലൻസാനി എന്ന് പറഞ്ഞ ശാസ്ത്രജ്ഞൻ ഈ രോഗാണുക്കൾ മ്യൂട്ടേഷനിലൂടെ പെരുകുന്നത് കാണുകയുണ്ടായി. പിന്നെ റോബർട്ട് കോക്ക്, ലൂയി പാസ്റ്റർ ഇവരുടെയൊക്കെ പ്രവർത്തനത്തിലൂടെയാണ് രോഗാണുക്കളാണ് രോഗമുണ്ടാകുന്നത് എന്നുള്ള ആ ഒരു ശരിയായ അറിവിലേക്ക് നമ്മളെത്തിയത്. അവിടെയും പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതായത് ഈ രോഗാണുക്കൾ ശരീരത്തിൽ പ്രവേശിച്ചാൽ അത് ആരിലായാലും രോഗമുണ്ടാകും എന്നാണ് വിശ്വസിച്ചിരുന്നത്. പിന്നീട് കുറെ കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് രോഗാണുക്കൾ ശരീരത്തിൽ പ്രവേശിച്ചാലും ചിലരിൽ രോഗങ്ങൾ ഉണ്ടാകുന്നില്ല. പിന്നെ ആ രംഗത്ത് ഒരുപാട് പഠനങ്ങൾ നടന്നു. അപ്പോഴാണ് മനസ്സിലായത് രോഗാണുക്കൾ ശരീരത്തിൽ പ്രവേശിച്ചാലും അവയെ ചെറുത്തു തോൽപ്പിക്കാനും രോഗങ്ങൾ ഉണ്ടാകാതിരിക്കാനും ഇവരുടെ ശരീരത്തിൽ സഹജമായ ഒരു ശേഷിയുണ്ട് എന്നുള്ളത്. ഈ ശേഷിയാണ് നമ്മൾ സ്വയം രോഗപ്രതിരോധ ശേഷി, ഇംഗ്ലീഷിൽ ഇമ്മ്യൂണിറ്റി എന്നൊക്കെ പറയുന്നത്. ഇപ്പോൾ ഒരുപാട് നമ്മൾ എല്ലാ രംഗത്തും മുന്നോട്ട് പോയിട്ട് ശാസ്ത്രരംഗത്തും. പക്ഷേ ഇവിടെ ഇപ്പോൾ സംഭവിക്കുന്നത്, പ്രത്യേകിച്ച് കേരളത്തിൽ, ഈ രോഗികളാകുന്നവരുടെ എണ്ണം ദിവസേന കൂടിക്കൊണ്ടിരിക്കുകയാണ്. പലതരത്തിലുള്ള രോഗങ്ങൾ. ഇതിന് പ്രധാന കാരണമാകുന്നത് നമ്മുടെ പ്രതിരോധശേഷി കുറയുന്നതാണ്. അതിന് കാരണമാകുന്നത് ഈ രോഗം വരുമ്പോൾ ഈ പലരും സ്വയം ചികിത്സിക്കും. കുറേ നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു ദുരന്തം ഇവിടെ ഈ ഏത് രോഗമായാലും നേരെ മരുന്ന് കടയിലേക്ക് ഓടുകയാണ്. എന്നിട്ട് അവിടുത്തെ രോഗവിവരം പറഞ്ഞ് മരുന്ന് മേടിച്ച് കഴിക്കുകയാണ്. ഇവിടെ പല്ലുവേദനയ്ക്ക് പോലും വീര്യം കൂടി ആൻറ്റിബയോട്ടിക്കുകൾ അങ്ങനെ കഴിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഈ സ്വയം ചികിത്സയാണ് സത്യത്തിൽ ഈ പ്രതിരോധശേഷി കുറയുന്നതിൻ്റെ അടിസ്ഥാന കാരണമാകുന്നത്. പ്രധാന കാരണം അതാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായി എന്താണ്, ഇപ്പോൾ ഈ ഹൃദയാഘാതം സംഭവിക്കുന്നവർ, കൊറോണ വന്നവർ, കോവിഡ് പോസിറ്റീവായവരിലൊക്കെ ഈ പ്രതിരോധശേഷി കുറയുന്നതിന് അടിസ്ഥാനപരമായി കണ്ട കാരണം ഈ ജീവകം ഡിയുടെ കുറവാണ്. ഇപ്പോൾ ഒരുപാട് പേരിൽ ജീവകം ഡിയുടെ കുറവുണ്ട്. ഹൃദയാഘാതം സംഭവിക്കുന്നതിന് പോലും അടിസ്ഥാന കാരണമാകുന്നത് ജീവകം ഡിയുടെ കുറവാണ്. പ്രതിരോധശേഷിയുടെ പ്രധാന ഘടകമാണത്. അപ്പോൾ ഇവിടെ ഈ രോഗനിർണയം, ചികിത്സ, ഈ രംഗത്ത് തികച്ചും ശാസ്ത്രീയമായ നടപടികൾ സ്വീകരിക്കേണ്ടിയിരിക്കുന്നു വൈദ്യശാസ്ത്ര രംഗത്ത്. അങ്ങനെ വരുമ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ, ഈ രോഗം കൃത്യമായി നിർണ്ണയിക്കാൻ കഴിയും. അതിനൊരു വലിയ അധ്വാനമൊന്നുമില്ല. ഒരു രക്തപരിശോധന നടത്തിയാൽ മതി. പ്രധാനമായിട്ട് ഒരു ഏത് രോഗമാവട്ടെ, ജലദോഷം മുതൽ ക്യാൻസർ വരെയുള്ള രോഗങ്ങളിൽ ഈ പ്രാഥമികമായ രക്തപരിശോധനയിൽ തന്നെ ഇതിൻ്റെ സൂചനകളും കൃത്യമായ ചിത്രങ്ങളും കിട്ടും. അവിടെയാണ് നമ്മൾ ഈ പ്രതിരോധശേഷി, ക്യാൻസർ രോഗികളായാൽ പോലും ചികിത്സയോടൊപ്പം ഏറ്റവും കൂടുതൽ പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് അവരുടെ പ്രതിരോധശേഷി മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ്. ആ ശ്രദ്ധ ഇല്ലാതെ വരുമ്പോഴാണ് ചികിത്സ ഫലപ്രദമാകാതെ വരുന്നതും രോഗികൾ അപകടത്തിലാകുന്നതും. അപ്പോൾ ഈ രംഗത്ത്, വൈദ്യശാസ്ത്ര രംഗത്ത് ഏറ്റവും പുതുതായി വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ശാസ്ത്രശാഖയാണ് ഇമ്മ്യൂണോ തെറാപ്പി. അപ്പോൾ എനിക്ക് പറയാനുള്ളതാണ്, ഒരു രോഗം വരുമ്പോൾ ഡോക്ടറെ കാണും,
ഡോക്ടർ പറയുന്ന പരിശോധനകൾ അനുസരിക്കണം എല്ലാവരും. ആ പരിശോധനാ ഫലങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ചികിത്സിക്കുന്നതെങ്കിൽ ഇവിടെ ജലദോഷം മുതൽ ക്യാൻസർ വരെയുള്ള എല്ലാ രോഗങ്ങളിലും വളരെ ലളിതമായ ചികിത്സയിലൂടെ പരിഹാരം കാണാൻ ഇപ്പോൾ സാധ്യമാണ്.